Hi students, last day we have ended our module number 4 also. So today we are moving on to the module number 5, that is brand extension and co-branding, in which we want to study what is meant by brand extension, what are the major strategies that we can adopt for extension, what are the types of extension and all. So first we are moving on to what is meant by brand extension. ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്കൊരു ബ്രാൻഡ് ഉണ്ട്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഫ്രം ദ ടേം അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബ്രാൻഡിനെ എക്സ്പെൻഡ് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നതിനെയാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുക. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബ്രാൻഡ് മാനേജ്മെൻറ്റ്. നമുക്ക് ബ്രാൻഡ് മാനേജ്മെൻറ്റിൽ ഒരു പാർട്ടാന്ന് പറയാം. അതേപോലെ നമുക്കുള്ള ബ്രാൻഡിലേക്ക് പുതിയ പ്രൊഡക്റ്റ് കാറ്റഗറിയെ ഇൻക്ലൂഡ് ചെയ്യുന്നു. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റും കൂടെ അതേ ബ്രാൻഡിന് ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയാം. ഇപ്പം ഡൗ എന്ന് പറഞ്ഞ സോപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡൗ എന്ന ഷാമ്പൂ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഡൗ എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെ ആ പ്രൊഡക്റ്റിനെ വിറ്റു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പതഞ്ജലിയുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അതിനുശേഷം ഓരോരോ പ്രൊഡക്റ്റ് ആയിട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനനുസരിച്ച് പുതിയ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് ബ്രാൻഡിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നു. ആഡിങ് ന്യൂ പ്രൊഡക്റ്റ് ഇൻ ടു ദ പ്രൊഡക്റ്റ് ലൈൻ ഓഫ് എ ബ്രാൻഡ് ഓർ ആഡിങ് ന്യൂ പ്രൊഡക്റ്റ് ലൈൻസ് ഇൻ ടു എ ബ്രാൻഡ് ഇസ് നോൺ ആസ് brand extension. So we can define brand extension by Kelvin Lane Keller's definition, that is, brand extension is the use of an established brand name to enter a new product category or classes. പുതിയൊരു ബ്രാൻഡ് പ്രൊഡക്റ്റ് ഒരു ന്യൂ പ്രൊഡക്റ്റ് കാറ്റഗറീനെ ഇൻക്ലൂഡ് ചെയ്യാനോ അതേപോലെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ക്ലാസിനെ ഇൻക്ലൂഡ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ. സെയിം ബ്രാൻഡ് നെയിമിലേക്ക് പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് എ ബ്രാൻഡ് എക്സ്റ്റൻഷൻ. ഇത് കൂടുതലും നമ്മുടെ കമ്പനികൾസ് എല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് എന്തായാലും ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്. അപ്പോൾ അതേ ബ്രാൻഡ് നെയിമിൽ തന്നെ പുതിയ പ്രൊഡക്റ്റ് വിടുമ്പോൾ നമുക്ക് കൂടുതൽ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും വേണ്ട. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ദാറ്റ് ഇസ് അഡോപ്റ്റഡ് ബൈ ദ കമ്പനീസ് വിച്ച് ആർ ഹാവിങ് എ ബെറ്റർ ബ്രാൻഡ് ഇൻ ദ വേൾഡ്. നമ്മുടെ മാർക്കറ്റിൽ ഒരു നല്ല പേരുള്ളൊരു കമ്പനികൾ എപ്പോഴും ചെയ്യുന്നതാണ് പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ ഷെയർ കിട്ടിക്കൊണ്ടിരിക്കും. ആൾക്കാർ കോൺഫിഡൻസ് ഉണ്ട്, ആൾക്കാർക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്. ദേ ഹാവ് എ ലോയൽറ്റി ടുവേർഡ്സ് അവർ ബ്രാൻഡ്. സോ ദ കസ്റ്റമേഴ്സ് വിൽ ഓട്ടോമാറ്റിക്കലി ബൈ ദ ന്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഓൾസോ. സോ ദിസ് ഇസ് കോൾഡ് എ ബ്രാൻഡ് എക്സ്റ്റൻഷൻ. ഇപ്പം നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്ന എന്തിനാ, ബ്രാൻഡിനെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. പുതിയ പ്രൊഡക്റ്റും കൂടെ വരുമ്പോൾ ആ ബ്രാൻഡ് കുറച്ചുകൂടെ നന്നാവുക. ഇപ്പം ഡൗ എന്നുള്ള ഇത് സോപ്പ് മാത്രമല്ല, അതിനുശേഷം ഷാംപൂ വന്നതുകൊണ്ട് അതേപോലെ കണ്ടീഷണർ വന്നുകൊണ്ടാണ് നമുക്ക് അതിന് കൂടുതലൊരു സ്ട്രോങ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. സോ ദിസ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ ഈസ് മെയിൻലി ഡൺ ടു മേക്ക് ദ ബ്രാൻഡ് മോർ സ്ട്രോങ്ങർ ദാൻ ദി എക്സിസ്റ്റിംഗ് വൺ. സോ ഇതിലുള്ള രണ്ട് മെയിൻ ടേംസ് നമുക്ക് പഠിക്കേണ്ടതാണ്, സബ് ബ്രാൻഡും അതേപോലെ പാരന്റ് ബ്രാൻഡും. വാട്ട് ഈസ് മെൻ ബൈ സബ് ബ്രാൻഡ്? സബ് ബ്രാൻഡ് മീൻസ് വെൻ ആ ന്യൂ ബ്രാൻഡ് ഇസ് കമ്പൈൻഡ് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ബ്രാൻഡ്. ഒരു എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നമുക്ക് ഉണ്ടായിരുന്നു, അതിലേക്ക് നമ്മളൊരു പുതിയ ബ്രാൻഡിനെയും കൂടെ കയറ്റുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് സബ് ബ്രാൻഡ് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നമുക്കറിയാം, അപ്പോൾ അതിലേക്ക് പുതിയൊരു ബ്രാൻഡ് കൂടെ വരുന്നു, അതിനെ സബ് ബ്രാൻഡ് എന്ന് പറയുന്നു. അതേപോലെ നമ്മൾ പാരന്റ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് ബ്രാൻഡ് ഉണ്ട് വിച്ച് ഗീവ് റൈസ് ടു എ ബ്രാൻഡ് എക്സ്റ്റൻഷൻ. ഒരു എക്സിസ്റ്റിംഗ് ബ്രാൻഡിലേക്ക് തന്നെയാണ് നമ്മൾ പുതിയ ബ്രാൻഡിനെ ഇടുന്നതെങ്കിൽ അതിനെ എന്ത് പറയും, പാരന്റ് ബ്രാൻഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, മോംസ് മാജിക് എന്ന് പറഞ്ഞിട്ടൊരു ബിസ്ക്കറ്റ് നമ്മൾ കേൾക്കാറുണ്ട്. മോംസ് മാജിക് എന്ന് പറയുന്നത് ശരിക്കും സൺഫീസ്റ്റിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. സൺഫീസ് ബിസ്ക്കറ്റ്സ് ആയിരുന്നു നമുക്ക് ആദ്യം അറിഞ്ഞിരുന്നത്. അപ്പോൾ സൺഫീസിലേക്ക് ഡയറക്റ്റ് അവർ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സൺഫീസായിട്ട് വിൽക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു, മോംസ് മാജിക് എന്ന് പറഞ്ഞ ഒരു നെയിമല്ല അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് തന്നെ ആയി. അതിനെയാണ് സബ് ബ്രാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഡൗവിന് തന്നെ ഷാംപൂ അതുപോലെ സോപ്പ് അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയാണ്, ഡൗ എന്ന പേരിൽ തന്നെ, വേറെ പേരൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു സബ് ബ്രാൻഡ് അല്ല, അത് പാരന്റ് ബ്രാൻഡിലേക്ക് തന്നെയാണ്, നമ്മൾ എക്സിസ്റ്റിംഗ് ബ്രാൻഡിലേക്ക് തന്നെയാണ് പുതിയ പ്രൊഡക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തത്. സോ സബ് ബ്രാൻഡിന് എക്സാമ്പിളാണ് മോംസ് മാജിക് ഓഫ് സൺഫീസ്റ്റ്. പിന്നെ ഇപ്പം നമ്മൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് പഠിക്കുന്ന വാട്ട് ആർ ദി മേജർ ബ്രാൻഡ് എക്സ്റ്റൻഷൻ സ്ട്രാറ്റജി, വാട്ട് ആർ ദി മേജർ സ്ട്രാറ്റജീസ് ദാറ്റ് വി ക്യാൻ അഡോപ്റ്റ്. First one is a similar product can be formed into a different form from the original parent product. ഒരു ഒറിജിനൽ പാരന്റ് പ്രൊഡക്റ്റ് നമുക്കുണ്ട്, അതിൽ നിന്നൊരു പുതിയ ന്യൂ പ്രൊഡക്റ്റ് വരിക അല്ലെങ്കിൽ ഒരു സിമിലർ പ്രൊഡക്റ്റ് വരുത്താൻ വേണ്ടി വി ക്യാൻ യൂസ് ദിസ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ സ്ട്രാറ്റജി. ദാറ്റ് ഈസ് എ സിമിലർ പ്രൊഡക്റ്റ് ക്യാൻ ബി ഫോംഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് ഫോം ഫ്രം ദി ഒറിജിനൽ പാരന്റ് പ്രൊഡക്റ്റ്. ഒറിജിനൽ പാരന്റ് പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ബിസ്ക്കറ്റ്സ് ആണെന്ന് വെച്ചു.
അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മളൊരു ചെറിയ ഡിഫറെൻറ്റ് ഫോംസിൽ അല്ലെങ്കിൽ ഷേപ്പൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് നമുക്ക് സിമിലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയാം. ദിസ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, സ്നിക്കേഴ്സ് ക്രിയേറ്റഡ് ഇൻ ടു സ്നിക്കേഴ്സ് ഐസ്ക്രീം ബാർസ്. സ്നിക്കേഴ്സ് എന്ന് നമുക്ക് ബാറിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ് ആണ്. അത് മാറ്റിയിട്ട് പുതിയത് വന്നു സ്നിക്കേഴ്സ് ഐസ്ക്രീം ബാർസ് പോലെ, ഐസ്ക്രീമിൻ്റെ ബാർ പോലെ ആക്കി. ബിക്കോസ് ഇറ്റ് അട്രാക്ട്സ് അല്ലേ, ഐസ്ക്രീം ബാറായി കാണുമ്പോൾ കുറച്ചുകൂടെ അട്രാക്ഷൻ കൂടും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സെയിം പ്രൊഡക്റ്റാണ്, അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ മാറ്റിയിട്ട് ഒരു ഡിഫറെൻറ്റ് ഫോമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ സ്ട്രാറ്റജി. സെക്കൻഡ് വൺ ഇസ് having a different flavor, component or ingredient to the existing product to create a new product. നമ്മൾ പുതിയൊരു ഫ്ലേവറോ കമ്പോണൻറ്റോ ഇൻഗ്രീഡിയൻറ്റോ ആഡ് ചെയ്യാം. നമുക്ക് ഒരു ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതിലേക്ക് പുതിയ ഫ്ലേവർ അല്ലെങ്കിൽ പുതിയൊരു ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ചേർക്കുന്നു. അതിനെയാണ് നമ്മൾ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഹേർഷേ ചോക്ലേറ്റ് മിൽക്ക്. ഹേർഷേ ചോക്ലേറ്റ് മിൽക്ക് അങ്ങനെയാണ് വന്നത്. ഹേർഷയുടെ നമുക്ക് ചോക്ലേറ്റ് അറിയാം, ഹേർഷി ചോക്ലേറ്റിൻ്റെ കിട്ടാറുണ്ട്. അപ്പോൾ അതെന്ത് മാറ്റി ചോക്ലേറ്റ് മിൽക്ക് എന്ന രീതിയിലായി. അതേപോലെ ഇപ്പം നമ്മൾ ചില ബിസ്ക്കറ്റ്സ് കമ്പനിക്ക് ക്രീം ബിസ്ക്കറ്റ്സ് കാണാറുണ്ട്. ക്രീം ബിസ്ക്കറ്റ് ഒരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് ആദ്യം ഉണ്ടാവുന്നത്. നമുക്ക് വാനില ഫ്ലേവേഴ്സ് ആയിരുന്നു അവൈലബിൾ. ബട്ട് ഇൻ ഫ്യൂച്ചർ വി സീ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ്. ഓറഞ്ച് ഫ്ലേവറിൻ്റെ വരാൻ തുടങ്ങി, പൈനാപ്പിൾ ഫ്ലേവർ വന്നു, ഇലാച്ചി ഫ്ലേവർ വന്നു, അങ്ങനെ പല ഫ്ലേവേഴ്സ് ആഡ് ചെയ്തു. എന്ന് വെച്ചാൽ പുതിയ ഫ്ലേവർ വന്നു, അതുപോലെ പുതിയൊരു ഇൻഗ്രീഡിയൻ്റാണ് വന്നത്, ഒരു പുതിയ കമ്പണൻറ്റ് വന്നു. അതുപോലെ ഹേർഷി ചോക്ലേറ്റ് മിൽക്കിനാണെങ്കിൽ ഹേർഷി ചോക്ലേറ്റ് സിറപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് പകരം മിൽക്ക് എന്ന ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്തിട്ട് ഹേർഷി ചോക്ലേറ്റ് മിൽക്കായി. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്ട്രാറ്റജി ദാറ്റ് വി ക്യാൻ അഡോപ്റ്റ് ഇൻ എ ബ്രാൻഡ് എക്സ്റ്റൻഷൻ. തേർഡ് വൺ ഇസ് ആഡിങ് എ ന്യൂ ഫീച്ചർ ഓർ എ ബെനിഫിറ്റ് ടു ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നു, ന്യൂ ഫീച്ചറും കൂടെ ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഫെബ്രീസ് ഇസ് എ ബ്രാൻഡ് ദാറ്റ് കാറ്റേഴ്സ് ടു ഹൗസ് ഹോൾഡ് ഓർഡർ. ഇറ്റ് എക്സ്റ്റെൻസ് ദ പ്രൊഡക്റ്റ് കാർ ഫ്രഷ്നേഴ്സ്. ആദ്യം ഇപ്പം നമുക്ക് കാർ ഫ്രഷ്നറായിട്ടുള്ള എയ്സർ കാണാറുണ്ട്. എയ്സർ എന്ന് പറയുന്നത് ആദ്യം കാർ ഫ്രഷ്നർ അല്ലായിരുന്നു, ഇറ്റ് വാസ് എ റൂം ഫ്രഷ്നർ. എയ്സർ എന്ന് പറയുന്നൊരു കാർ ഫ്രഷ്നർ ആയിരുന്നു. ബട്ട് ഫ്യൂച്ചർ അവരെന്ത് ചെയ്തു, കാർ ഫ്രഷ്നറായിട്ട് ആദ്യം വന്നു, എന്നിട്ട് പതുക്കെ അവർ റൂം ഫ്രഷ്നർ എന്ന രീതിയിലും മാറ്റി. റൂം ഫ്രഷ്നർ എന്ന് വന്നപ്പോൾ റൂംസിലും കൂടെ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എക്സ്ട്രാ ബെനിഫിറ്റ് ആയില്ലേ. അങ്ങനെ നമുക്ക് ബ്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പ്രേ എന്ന രീതിയിലായി, മറ്റേത് ലിക്വിഡ് ഫോമിലാണ്, ഇത് സ്പ്രേ എന്ന രീതിയിലായി. സോ ദീസ് ആർ ദ 3 types in which, or the 3 strategies we can adopt in a brand extension. First one, a similar product can be formed into a different form from the original parent product. Original parent product in നമുക്ക് ഡിഫറെൻറ്റ് ഫോമിലേക്ക് മാറ്റാം സിമിലർ പ്രൊഡക്റ്റ് വെച്ചിട്ട്. Then having a different flavor, component or ingredient to the existing product to create a new product. Okay, and the third one is adding a new feature or benefit to the existing product. ഫസ്റ്റിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, സ്നിക്കേഴ്സ് കൺവേർട്ടഡ് ഇൻ ടു സ്നിക്കർ ഐസ്ക്രീം ബാർസ്. സെക്കൻഡ് വണ്ണിന് ഹേർഷി ചോക്ലേറ്റ് മിൽക്ക് ഓർ ക്രീം ബിസ്ക്കറ്റ്സിൽ പല ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നത് പറഞ്ഞു. തേർഡ് വൺ, making the Acer as a room freshener also, apart from the car freshener. So these are the 3 strategies that we can adopt in a brand extension. So these are the major strategies. ഇനി എന്തെല്ലാം types of brand extension features ആണ് ഉള്ളത്? The first one is line extension. What is meant by line extension? Line extension means the same brand is used to launch a product in a different way. സെയിം ബ്രാൻഡാണ്, സെയിം പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ഒരു ഡിഫറെൻറ്റ് വേയിലാക്കി. ചിലപ്പോൾ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പിലായിരിക്കും മാറ്റം വരുത്തിയിരിക്കുന്നത്, ചിലപ്പോൾ അതിൻ്റെ സ്ട്രക്ചേഴ്സിനായിരിക്കും മാറ്റം വരുത്തിയിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ യൂസ് ബെനിഫിറ്റ്സ് ആയിരിക്കും മാറ്റം വരുത്തിയിരിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ഫീച്ചേഴ്സ് മാറ്റുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ സ്മോൾ ചേഞ്ചസ് മാത്രം കൊണ്ടുവരുന്നതിനെയാണ് നമുക്ക് ലൈൻ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ബൈ ലൈൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അല്ലെങ്കിൽ ഡൗവിൻ്റെ ഷാമ്പു തന്നെ നോക്കുകയാണെങ്കിൽ അതിന് തന്നെ ഷാമ്പുവിന് തന്നെ പല കാറ്റഗറി ഉണ്ട്. ഫോർ ദ സ്ട്രെയിറ്റ് ഹെയർ, ഫോർ ദ കേർലി ഹെയർ, ഫോർ സ്പ്ലിറ്റ് ഹാൻഡ്സ്, ഫോർ ഡാൻഡ്രഫ് എന്ന രീതി പല രീതിയിൽ കാണാറുണ്ട്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലൈൻ എക്സ്റ്റൻഷൻ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് എക്സാമ്പിൾ. ദെൻ ട്രോപ്പിക്കാന ഡ്രിങ്ക്സ് പണ്ട് വലിയ ബോട്ടിൽസിലായിരുന്നു നമുക്ക് കാണാം, വലിയ കാർട്ടൻസ് ആയിട്ടായിരിക്കും ട്രോപ്പിക്കാന ഫ്രൂട്ട് ജ്യൂസ് കിട്ടിയിരുന്നത്. Later it was changed to smaller packets, smaller sachet എന്ന രൂപത്തിൽ നമ്മുടെ ഫ്രൂട്ടിയുടെ ഒക്കെ സൈസിലാക്കി മാറ്റി. സോ ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പം അങ്ങനെ നമുക്ക് ലൈൻ എക്സ്റ്റൻഷൻ എടുത്തിട്ടുള്ള എക്സാമ്പിൾസ് പറയാം. ഫസ്റ്റ് വൺ ഇസ് ദ ട്രോപ്പിക്കാന ജ്യൂസ്, സെക്കൻഡ് വൺ ഇസ് ദ ഷാംപൂ,
different variants of a shampoo. Similarly, Amul തന്നെ നോർമൽ മിൽക്ക് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഒരു നോർമൽ പാക്കറ്റ് മിൽക്ക്. ദെൻ ദേ വർ ചേഞ്ചിങ് ഇൻ ടു പാസ്ചറൈസ്ഡ് മിൽക്ക്, ഡബിൾ ടോൺ മിൽക്ക്, അങ്ങനെ പല രീതിയിൽ വന്നു. ഒരേ കാര്യങ്ങൾക്ക് തന്നെ മിൽമയ്ക്കും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇറ്റ് വാസ് എൻ ഓർഡിനറി മിൽക്ക്, ലേറ്റർ ഇറ്റ് വാസ് ചേഞ്ച് ടു ഡബിൾ ടോൺ മിൽക്ക്, സിംഗിൾ ടോൺ മിൽക്ക്, ദെൻ ഫാറ്റ് റിമൂവ്ഡ് മിൽക്ക്, condensed milk, like that they changed the patterns. This is called the line extension. This is the first type of brand extension. Second one is product extension. That is when the company launches an entirely new product, it is called the product extension. പുതിയൊരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോൾഗേറ്റ് കമ്പനി ഫസ്റ്റ് യൂസ്ഡ് ആസ് എ പേസ്റ്റ്, പക്ഷേ ലേറ്റർ അവരെന്ത് ചെയ്തു, അതിനെ പേഴ്സണൽ കെയർ, ഓറൽ കെയർ എന്ന രീതിയിൽ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ആയിരുന്നു നമ്മൾ ആദ്യം കണ്ടിരുന്നത്, അത് ഓറൽ കെയറിനുള്ളതാണ്, അല്ലെങ്കിൽ പേസ്റ്റ് നോർമൽ പർപ്പസിന് വേണ്ടി. പിന്നെ കോൾഗേറ്റ് എന്ത് ചെയ്തു, മൗത്ത് ഫ്രഷ്നേഴ്സ് ഇറക്കാൻ തുടങ്ങി. മൗത്ത് ഫ്രഷ്നേഴ്സ് മീൻസ് സിറപ്പ് പോലത്തെ ലിക്വിഡ് ഫ്രഷ്നേഴ്സ്, നമുക്ക് വായിക്കകത്ത് കുലുകുഴിയുന്ന രീതിയിലുള്ളൊരു പ്രൊഡക്റ്റ് വരാൻ തുടങ്ങി. ഓറൽ ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ടാണ്, ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്നെല്ലാം പറഞ്ഞ്. സോ ദാറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ, പ്രൊഡക്റ്റ് എക്സ്റ്റൻഷൻ. പുതിയൊരു പ്രൊഡക്റ്റ് തന്നെ വരുന്നു, പേസ്റ്റിന് പകരം പുതിയതായിട്ട് ലിക്വിഡ് ഫോമിലുള്ള ഓറൽ കെയറിന് വേണ്ടിയിട്ട് പുതിയ പ്രൊഡക്റ്റ് വരുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്രൊഡക്റ്റ് എക്സ്റ്റൻഷൻ. തേർഡ് വൺ ഈസ് എക്സ്റ്റൻഷൻ ഓഫ് ദി കസ്റ്റമർ ഫ്രാഞ്ചൈസ്. ദാറ്റ് ഈസ് കസ്റ്റമറിൻ്റെ ഗ്രൂപ്പിനനുസരിച്ച് പ്രൊഡക്റ്റ് റേഞ്ചിനെ മാറ്റുന്നു. ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് കസ്റ്റമർ ഫ്രാഞ്ചൈസിനനുസരിച്ച് അവരെന്ത് ചെയ്തു, ജോൺസൺ ആൻഡ് ജോൺസൺ അറിയാം ഈ പ്രൊഡക്റ്റ് കൂടുതൽ ഫോക്കസ് വരുന്നത് ചിൽഡ്രൻസിലാണ്. സോ ദേ യൂസ് ടു പ്രിപ്പയർ ബേബി ഷാംപൂ, ബേബി പൗഡർ, ബേബി സോപ്പ്, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു എടുത്തു ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പ്രൊഡക്ട്സിൽ കൂടുതൽ. പക്ഷേ ദേ ഓൾസോ ഫൗണ്ട് ദാറ്റ് ദ ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് സം അതർ ഗുഡ്സ് ഫോർ അതർ കസ്റ്റമേഴ്സ് ഗ്രൂപ്പ്. എന്ന് വെച്ചാൽ ക്ലിയർ ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് വാഷ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ പ്രൊഡക്റ്റ് ഓഫ് ദ ജോൺസൺ ആൻഡ് ജോൺസൺ. അപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ തന്നെ ചിൽഡ്രന് വേണ്ടിയിട്ടും, ദാറ്റ് ഈസ് ബേബീസിന് വേണ്ടിയിട്ടും, അതേപോലെ എൽഡേഴ്സിന് വേണ്ടിയിട്ടും അഡൾട്ട്സിന് വേണ്ടിയിട്ടും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് എ കസ്റ്റമർ ഫ്രാഞ്ചൈസ്. കസ്റ്റമേഴ്സിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ മാറ്റിയെടുത്തു. അതേപോലെ തന്നെയാണ് നമ്മൾ വിമൻസ് ഹോർലിക്സിൻ്റെ തന്നെ ഇറ്റ് വാസ് ഗിവൺ ഫസ്റ്റ് ടൈം ഇറ്റ് വർ ഓൺലി ഫോർ ദി ചിൽഡ്രൻ. പിള്ളേർക്ക് മാത്രമായിരുന്നു ഹോർലിക്സിൻ്റെ സർവീസ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ പിള്ളേരെ തന്നെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. 1 to 5 years, 5 to 10 years, 10 to 15 years, 15 to 20 years, അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ദെൻ വിമൻ ഹോർലിക്സ് വന്നു, മെൻ ഹോർലിക്സ് വന്നു, അങ്ങനെ പല രീതിയിൽ ഇതിനെ തന്നെ ക്ലാസിഫൈ ചെയ്തു. കസ്റ്റമേഴ്സിൻ്റെ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് കസ്റ്റമർ ഫ്രാഞ്ചൈസ്. നെക്സ്റ്റ് വൺ ഇസ് എക്സ്റ്റൻഷൻ ഓഫ് കമ്പനി എക്സ്പെർട്ടൈസ്. ദാറ്റ് ഈസ് based on the expertise of the company പുതിയ പ്രൊഡക്റ്റ് വന്നു. ഫോർ എക്സാമ്പിൾ സാംസങ്ങിന് പല രീതിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ഇല്ലേ. വാഷിംഗ് മെഷീൻസ് ഉണ്ട്, മൊബൈൽസ് ഉണ്ട്, റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്, TV ഉണ്ട്, എയർ കണ്ടീഷനേഴ്സ് ഉണ്ട്. സോ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ്. അപ്പോൾ കമ്പനിയുടെ എക്സ്പെർട്ടൈസ്, കമ്പനി ഏതിലേക്ക് അവർ ഏത് ഫീച്ചേഴ്സ് എല്ലാം പഠിച്ചോ അതിനനുസരിച്ചുള്ള പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓൺ ദ ബേസ് ഓഫ് ദി കമ്പനി എക്സ്പെർട്ടൈസ്. വാഷിംഗ് മെഷീൻസ്, മൊബൈൽസ്, റെഫ്രിജറേറ്റേഴ്സ്, ദെൻ TV, അങ്ങനെ പലതുണ്ട് സാംസങ്ങിന്. ദാറ്റ് ഇസ് ദ എക്സാമ്പിൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എക്സ്റ്റൻഷൻ ഓഫ് ബ്രാൻഡ് ഡിസ്റ്റിങ്ഷൻ. ബ്രാൻഡ് ഡിസ്റ്റിങ്ഷൻ അനുസരിച്ച് എക്സ്റ്റൻഷൻ നടത്തുന്നു. വാട്ട് ഇസ് ദാറ്റ്? നമുക്ക് കമ്പനിയിൽ, നമ്മുടെ മാർക്കറ്റിൽ പല ടൈപ്പിൽ ഓഫ് ഓയിൽ കാണാറുണ്ട്, ഹെയർ ഓയിൽസ് എന്ന് പറഞ്ഞ്. പക്ഷെ ധാത്രിക്ക് ഒരു പ്രത്യേക ഇത് കിട്ടി. അതേപോലെ വേറെ പല ഓയിൽ മാനുഫാക്ചറിങ് കമ്പനീസിനും ഒരു പ്രത്യേക പേര് കിട്ടാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഹെയർ ഫോളിന് വേണ്ടിയിട്ട്, കൂടുതൽ മുടി വളരാൻ വേണ്ടിയിട്ട്, അങ്ങനെ കമ്പനി ആ ബ്രാൻഡിന് ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കി. ആ ബ്രാൻഡ് അതിന് വേണ്ടിയിട്ടുള്ള, ധാത്രി ഓയിൽ എന്ന് പറഞ്ഞാൽ ഹെയർ ലൂസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന രീതി. അതുപോലെ ഇന്ദുലേഖ മുടി കൊഴിച്ചിലുള്ളതാണ് എന്നുള്ളത് കസ്റ്റമറിൻ്റെ മനസ്സിലങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ ഒരു ബ്രാൻഡിന് ഡിസ്റ്റിങ്ഷൻ ക്രിയേറ്റ്, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങളുടെ ബ്രാൻഡ് ഇതിന് വേണ്ടി മാത്രം സ്പെഷ്യലൈസ്ഡ് ആണ്, യുണീക്കാണ് എന്ന രീതി സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ബ്രാൻഡ് ഡിസ്റ്റിങ്ഷൻ. ഇപ്പോൾ ധാത്രിയുടെ തന്നെ പല ടൈപ്പ് ഓയിലുണ്ട്. അതിൽ സ്പെഷ്യലൈസ് ഹെയർ ലോസിന് വേണ്ടിയിട്ടുള്ള ഓയിൽ എന്ന രീതി അതിനുള്ളിൽ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്തെടുക്കുന്നു. That is the another type of brand extension. So, in which we have studied the 5 types of brand extension: line extension, product extension, extension of customer franchise,
extension of company expertise, extension of brand distinction. So these are the major types of brand extension. Next, we want to study some of the, we can just see what are the success stories. ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ കൊണ്ട് നന്നായ കമ്പനീസും ഉണ്ട്, അതുപോലെ പ്രശ്നങ്ങളായ കമ്പനികളും ഉണ്ട്, അത് എഫക്റ്റിൽ വരാത്ത കമ്പനികളുണ്ട്. സോ ഫസ്റ്റ് വി വിൽ സ്റ്റഡി വാട്ട് ആർ ദി മേജർ സക്സസ് സ്റ്റോറീസ് ഓഫ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ. നമുക്കറിയാം ഡൗ വാസ് എ സക്സസ് സ്റ്റോറി. ഡൗവിൽ ആദ്യം മെയിൻലി നമ്മൾ അറിഞ്ഞിരുന്നത് സോപ്പ് എന്ന കൺസെപ്റ്റിലായിരുന്നു ഡൗ ഫേമസ് ആയത്. ദെൻ they were extending the product to shampoo, then deodorant, body wash, like that. And this addition of new products gave them success. അത് എപ്പോഴും സക്സസ്സിലേക്കേ പോയുള്ളൂ. That is one of the example, the good example of brand extension. Second one is the Adidas. Adidas കമ്പനിയുടെ എന്തായിരുന്നു? They started its brand of shoes. Shoes ആയിട്ടാണ് ഫസ്റ്റ് വന്നത്. Then they were changing into footwears, another kind of footwear, shoes അല്ലാതെ normal footwears, then to clothing, then to accessories and sports items. Sports items ഇപ്പോൾ പലതും ഉണ്ട് അഡിഡാസിൻ്റെ. ബാഡ്മിൻ്റൺ റാക്കറ്റ്സ് ഉണ്ട്, ദെൻ ആക്സസറീസ് ഉണ്ട്, ഗ്ലൗസ് എന്ന രീതിയിലുള്ള ആക്സസറീസ് അതെ, ദെൻ ഷർട്ട് ടീഷർട്ട്സ് അതെ ഫോർ ദ അഡിഡാസ്. സോ ലൈക്ക് ദാറ്റ് ദേ എക്സ്റ്റെൻഡഡ് ദെയർ ബ്രാൻഡ്. ദാറ്റ് ഇസ് വൺ ഓഫ് അനദർ ഗുഡ് എക്സാമ്പിൾ. തേർഡ് വൺ ഇസ് ടൈറ്റൻ. ടൈറ്റൻ വാച്ചസ് ആയിരുന്നു. ദെൻ ദേ വർ ചേഞ്ചിങ് ഇൻ ടു ജ്വല്ലറി, ദെൻ ഇയറിങ്സ്, ലെതർ പ്രൊഡക്ട്സ് ആൻഡ് ഓൾ. ടൈറ്റൻ നമുക്ക് കൂടുതലായിട്ട് നമുക്കറിയുന്നത് വാച്ചസ് എന്നുള്ള കൺസെപ്റ്റിലാണ്, ബട്ട് ദേ വർ ചേഞ്ചിങ് ഇൻ ടു ഇയർ വിയർ. ടൈറ്റൻ ഗ്ലാസസ് ആർ there, then Titan jewelries are there, and also leather products are also there. These all are the examples, good examples of brand extension. First one Dow, second Adidas, and the third one is Titan. Similarly, next one is the failures. എന്തെല്ലാം ഫെയിലിയർ സ്റ്റോറീസ് ആണ് ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ കൊണ്ട് സംഭവിച്ചത്? ദാറ്റ് ഇസ് സം കമ്പനീസ് ഹാസ് ഫെയിൽഡ് ഡ്യൂ ടു ദ അഡോപ്ഷൻ ഓഫ് ദി ബ്രാൻഡ് എക്സ്റ്റൻഷൻ. എപ്പോഴും ബ്രാൻഡ് എക്സ്റ്റൻഷൻ സക്സസ് ആവണമെന്നില്ല, അതിനുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് കോൾഗേറ്റ് കിച്ചൺ ഐറ്റംസ്. കോൾഗേറ്റ് എന്ന കൺസെപ്റ്റിൽ നമുക്ക് എന്താ വരാം? ഓറൽ പ്രൊഡക്റ്റ് എന്ന കൺസെപ്റ്റാണ്. അത് കിച്ചൺ ഐറ്റംസ് ആയിട്ട് വന്നപ്പോൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആണ് അവർ ചെയ്തത്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് എ സക്സസ്. Nobody was focused, nobody had any interest to buy those kitchen products which are of Colgate. Colgate-ന്റെ കിച്ചൺ പ്രൊഡക്ട്സ് വാങ്ങാൻ ആർക്കും തോന്നിയില്ല, ആർക്കും അതിനെ ആ രീതി കാണാൻ പറ്റിയില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫെയിലിയേഴ്സ് സീൻ ഇൻ എ ബ്രാൻഡ് എക്സ്റ്റൻഷൻ. സെക്കൻഡ്, ന്യൂ കോക്ക്. നമ്മുടെ നോർമൽ കോക്കിന് പകരം കൊക്കോകോള എന്ന ഇത് വന്നപ്പോൾ അതിന് അത്ര സക്സസ് ഉണ്ടായില്ല. ഇറ്റ് ഗോട്ട് സക്സസ്, പക്ഷെ അത്രത്തോളം അങ്ങ് നന്നായില്ല. Third one is Rasna Limited. Rasna Limited tried to change into the fizzy drink Orange Lot. Orange Lot എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഡക്റ്റിലേക്ക് അവർ മാറാൻ നോക്കി, ഫിസി ഡ്രിങ്ക്, അപ്പിഫിസ് ഒക്കെ പോലെ. ബട്ട് ഇറ്റ് ഓൾസോ ഡസൻറ്റ് ഗെറ്റ് എനി കൈൻഡ് ഓഫ് റീച്ച് ഇൻ ദ മാർക്കറ്റ്. ദീസ് ആർ സം ഓഫ് ദി ഫെയിലിയേഴ്സ് ഓഫ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ. ബ്രാൻഡ് എക്സ്റ്റൻഷൻ നമ്മൾ സക്സസ് ആയിട്ട് പറഞ്ഞു ഡൗ, അഡിഡാസ് ആൻഡ് ടൈറ്റൻ, ദാറ്റ് വി ഓൾ നോ. ആൻഡ് സം ഓഫ് ദ ഫെയിലിയേഴ്സ് ആർ ദി Colgate kitchen items, then New Coke, and also the Rasna's Orange Alt. So these are some of the examples. Next, we can see what are the advantages of having or doing brand extension. First one is easy acceptance. Customers easily acceptance നടത്തും. പക്ഷെ നമ്മൾ ഡൗവിൻ്റെ സോപ്പ് നമുക്കറിയാം, പുതിയതായി ഷാമ്പു വന്നപ്പോൾ സോപ്പ് നല്ലതാണ്, സോ ഷാമ്പു വിൽ ഓൾസോ ബി ഗുഡ്. ദാറ്റ് thus it gets a greater acceptance by the customers. That is the first advantage of brand extension. Second one is lower risk. റിസ്ക് കുറവാണ്. നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റിനെ പുതിയൊരു ബ്രാൻഡ് നെയിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെയധികം റിസ്ക് ആണ്. ഇറ്റ് നീഡ് ടു റീച്ച് ദ കസ്റ്റമേഴ്സ് മൈൻഡ്, ഇറ്റ് ഷുഡ് റീപ്ലേസ് അതർ പ്രൊഡക്ട്സ്, ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി ഷുഡ് സീ. ബട്ട് ഇഫ് വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ സെയിം ബ്രാൻഡ് നെയിം, there will be lesser risk. റിസ്ക് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ. തേർഡ് വൺ ഇസ് ഇൻക്രീസ് ബ്രാൻഡ് ഇമേജ്. ബ്രാൻഡ് ഇമേജ് കൂട്ടിയെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ബ്രാൻഡിനൊരു സുഖമാണ്. ബ്രാൻഡ് ഇമേജ് എന്തായാലും ഉണ്ട്, ആ ബ്രാൻഡിനൊരു ഇമേജ് ഉണ്ട്. പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ അത് കുറച്ചുകൂടെ നന്നാവുന്നു. ഷാമ്പൂവും കൂടെ ഡൗവിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആയപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബ്രാൻഡിലോട് ഒരു ഇഷ്ടമായി, അതിനൊരു ഇമേജ് ക്രിയേറ്റ് ആയി വന്നു. ഷാമ്പൂ യൂസ് ചെയ്തവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ്സ് മോർ ഇമേജ്. നെക്സ്റ്റ്, ഇൻക്രീസ് കസ്റ്റമർ ഇൻട്രസ്റ്റ്. Customer will be interested to buy that product. If they are happy with the previous product, that is a parent product,
they will automatically be interested to the new product also. That is another advantage of brand extension. Next one is lower cost. They require lower cost of investment. We don't want to give much amount on the advertisements or any kind of sales promotion. That is another advantage of brand extension. നമ്മൾ കൂടുതൽ കോസ്റ്റ് കൊടുക്കണ്ട, സെയിം ബ്രാൻഡ് നെയിമാണ്, പുതിയ ലോഗോ ക്രിയേറ്റ് ചെയ്യേണ്ട, പുതിയ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കണ്ട, പുതിയ അംബാസിഡേഴ്സ് വേണ്ട, പുതിയ പരസ്യങ്ങൾ വേണ്ട, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇറ്റ് റെഡ്യൂസ് ദ കോസ്റ്റ്. ദെൻ ഇറ്റ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് പർച്ചേസ്. ഒരേ ബ്രാൻഡ് തന്നെ പർച്ചേസ് ചെയ്യുന്ന ഫ്രീക്വൻസി കൂടും. ആ ബ്രാൻഡിൽ തന്നെ നമ്മളൊരു ഷാമ്പൂ വാങ്ങാൻ പോയാൽ കണ്ടീഷണർ ഉണ്ടെങ്കിൽ അതിൻ്റെ തന്നെ വാങ്ങും, സോപ്പും അതിൻ്റെ തന്നെ വാങ്ങും. ഒരേ പ്രൊഡക്റ്റിന് തന്നെ എല്ലാം ഉണ്ടെങ്കിൽ ഇഫ് വി ആർ interested to buy that product, then we will buy the same branded products. ഒരേ ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റ് തന്നെ നമ്മൾ വാങ്ങാൻ ശ്രമിക്കും. സോ ഇറ്റ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് പർച്ചേസ് ഓഫ് ദി ബ്രാൻഡ് ഐറ്റംസ്. ദെൻ ഇറ്റ് ഈസ് എ മേജർ ടൂൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എ ബെറ്റർ വേ ഇസ് എ ബ്രാൻഡ് എക്സ്റ്റൻഷൻ. ഇഫ് വി ആർ ഹാവിംഗ് എ ന്യൂമറസ് പ്രൊഡക്റ്റ് ലൈൻ ഇൻ അവർ brand name, then we will have a greater access than other competitors. ഇപ്പോൾ HUL എന്ന കമ്പനിയുടെ മേജർ ബ്രാൻഡ് സബ് ബ്രാൻഡ്സ് ആണ് ഡൗ, അതുപോലെ പിയേഴ്സ് ഒക്കെ. പക്ഷെ അവർ തമ്മിൽ സബ് ബ്രാൻഡ്സ് ആയിട്ട് കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ HULന് ഒരു മേജർ കോമ്പറ്റീറ്റർ ഉണ്ടാവത്തില്ല, ബിക്കോസ് ദേ ആർ ഹാവിങ് എ ന്യൂമറസ് പ്രൊഡക്റ്റ് ലൈൻസ് ഓർ പ്രൊഡക്ട്സ് ഇൻ ദ സെയിം ബ്രാൻഡ്സ്. അവരുടെ ബ്രാൻഡ് നെയിമിൻ്റെ ഉള്ളിൽ തന്നെ കുറേ പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്. അനദർ ഈസി റെക്കഗ്നിഷൻ. ന്യൂ പ്രൊഡക്റ്റ് വന്നാൽ they need not be given much advertisements or much inclusion into the customers. കസ്റ്റമേഴ്സിനേക്ക് പുതിയതായിട്ട് അറിയിക്കേണ്ട കാര്യമില്ല, because the customers are well known about the brand and the extension also they become very easy to understand. So easy recognition is another advantage of brand extension. So these are the major advantages that we can see in brand extension. Next we want to see what are the approaches that we can adopt. Brand extension approaches. എന്തെല്ലാം അപ്രോച്ചസിലൂടെയാണ് നമുക്ക് ബ്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക? പക്ഷേ ന്യൂ പ്രൊഡക്റ്റ് വന്നിട്ടാണ് നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അപ്രോച്ച്? ഫസ്റ്റ് വൺ ഇസ് എൻഹാൻസ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് വിത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിലേക്ക് പുതിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ ബെനിഫിറ്റ്സ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, എയ്സർ എന്ന് പറഞ്ഞാൽ കാർ പെർഫ്യൂംസ് ആയിരുന്നു, കാർ ഓർഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ലേറ്റർ ദേ വോ ചേഞ്ച് ഇൻ ടു ദ റൂം ഫ്രഷ്നേഴ്സ് ഓൾസോ, റൂം ഫ്രഷ്നേഴ്സുമായിട്ട് മാറി. അപ്പോൾ ന്യൂ ഫീച്ചേഴ്സ് വന്നു, ന്യൂ ബെനിഫിറ്റ്സ് വന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൺ വേ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സ്യൂട്ടബിൾ വേ ഫോർ ദ പ്രൊഡക്ട്സ് വിച്ച് ആർ ഇൻ ദ ഗ്രോത്ത് ഓർ മെച്യൂർ സ്റ്റേജ്. ഗ്രോത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി സ്റ്റേജിലെത്തുന്ന പ്രൊഡക്ട്സിനാണ് അല്ലെങ്കിൽ ബ്രാൻഡിനാണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കസ്റ്റമറിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയണം. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ അഡീഷണൽ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ആഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അപ്രോച്ച്. സെക്കൻഡ് വൺ ഇസ് ഇൻട്രൊഡ്യൂസ് ഹയർ ഓർ ലോവർ പ്രൈസ് വേർഷൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. നമ്മൾ ഒരേ പ്രൊഡക്റ്റിൻ്റെ തന്നെ ഹയർ വേർഷൻസും ലോവർ വേർഷൻസും കൊടുക്കാൻ ശ്രമിക്കണം. ദാറ്റ് ഈസ് നമ്മൾ വലിയ ഇപ്പോൾ ഹാർപ്പിക്കിൻ്റെ തന്നെ നമുക്ക് കാണാറുണ്ട്, ചെറിയ ഹാർപ്പിക്ക്, വലിയ ഹാർപ്പിക്ക് എന്ന രീതിയിൽ ഇല്ലേ. ഹാർപ്പിക്കിൻ്റെ ആദ്യത്തെ നമ്മളുടെ എക്സാമ്പിൾ അഡീഷണൽ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സിൽ നമുക്ക് ഹാർപ്പിക്കിൻ്റെ തന്നെ 2 മോഡ് പറയാം. ഫ്ലോർ ക്ലീനേഴ്സും ഉണ്ട്, അതേപോലെ ബാത്റൂം ക്ലീനേഴ്സും ഉണ്ട്, ടോയ്ലറ്റ് ക്ലീനേഴ്സും ഉണ്ട്. അപ്പോൾ സെക്കൻഡ് വണ്ണിലെ ലോ പ്രൈസ്ഡ് വേർഷൻസ് ഓഫ് ദ പ്രൊഡക്റ്റിൽ നമുക്ക് പറയാം ചെറിയ സൈസ് പ്രൊഡക്റ്റും വാങ്ങാൻ കിട്ടും. എന്നുവെച്ചാൽ ഇത്ര ലിറ്റർ, 500 ഗ്രാം, അങ്ങനെ കുഞ്ഞു ലിറ്റർ തൊട്ട് വലിയ ലിറ്റേഴ്സ് വരെയുള്ള 500 ml ഉണ്ടാവും പാക്കേജ്, 1 ലിറ്ററിൻ്റെ പാക്കേജ് ഉണ്ടാവും, 2 ലിറ്ററിൻ്റെ പാക്കേജ് ഉണ്ടാവും. സോ ദാറ്റ് വേ വി ക്യാൻ ഹാവ് ഹയർ ആൻഡ് ലോവർ വേർഷൻസ് ഓഫ് ദ സെയിം പ്രൊഡക്റ്റ്, സോ ദാറ്റ് ദ ബ്രാൻഡ് വിൽ ബി പർച്ചേസ്. കസ്റ്റമറിൻ്റെ കാശ് എത്രയുണ്ടോ അതിനനുസരിച്ച് അവർ പർച്ചേസ് ചെയ്തോളും. ദാറ്റ് ഈസ് ദ another approach that we can adopt in a brand extension. Third one is extend the product range. Product range തന്നെ മാറ്റാം. That is extending the range of the existing product line allows building on the reputation and the success of the existing brand to sell more products to the same sales channel. Same sales channel കൂടെ തന്നെ നമുക്ക് കൂടുതൽ പ്രൊഡക്ട്സ് വിൽക്കാൻ പറ്റും if you are extending the product range. New types of products കൂട്ടുക.
ന്യൂ ഓഫറിങ്സ് എല്ലാം കൊടുത്ത് ന്യൂ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡിങ് ദ പ്രൊഡക്റ്റ് റേഞ്ച് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഹാർപ്പിക്കിൻ്റെ തന്നെ നമുക്ക് ബാത്റൂമിൽ വെക്കുന്ന ഓർഡേഴ്സ് കാര്യങ്ങളായിട്ടുണ്ട്. ഫ്ലഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലീനേഴ്സും ഉണ്ട്, ടോയ്ലറ്റ് ക്ലീനേഴ്സും ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി extended product range. Same product ആണ്, but it is extended to some other category. That is the third way or the third approach of brand extension. Fourth one is the segment the market into product variants. നമ്മൾ മാർക്കറ്റിനെ പ്രൊഡക്റ്റ് വേരിയൻസിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണ്, ഓരോ മാർക്കറ്റിംഗ് സെക്ടേഴ്സിനും അത്രത്തോളം ചില പ്രൊഡക്റ്റ് അവർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും, ചില പ്രൊഡക്റ്റ് ഇഷ്ടമായിരിക്കില്ല. സോ ബേസ്ഡ് ഓൺ ദി കസ്റ്റമർ ബേസ് വി വോണ്ട് ടു ക്ലാസിഫൈ or segment the market into product variants. Okay. Next one is introduce product niche. നിഷ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഓർ സ്പെസിഫിക് മാർക്കറ്റ് സെക്ടർ ആണ്. ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പാർട്ടിനെയാണ് നമ്മൾ നിഷ എന്ന് പറയുന്നത്. അപ്പോൾ അവരിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ മാറ്റി കൊടുക്കുക. ഹയർ സൈസ് വോളിയമായിട്ടോ ലോവർ സൈസ് വോളിയമായിട്ടോ ഹയർ പ്രൈസ്ഡോ ലോവർ പ്രൈസ്ഡോ എന്ന രീതിയിൽ നമ്മൾ ഓരോ നിഷയ്ക്ക് വേണ്ട പ്രൊഡക്റ്റായിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ബ്രാൻഡിനെ കൊടുക്കുക. ദാറ്റ് ഈസ് അനദർ അപ്രോച്ച് ഓഫ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ. നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രൊഡ്യൂസ് പ്രൈവറ്റ് ലേബൽ പ്രോഡക്റ്റ്. പ്രൈവറ്റ് ലേബൽ സെയിൽ എന്ന് പറഞ്ഞാൽ practice of licensing the product in standard or modified form to other companies to sell under their own brands rather than under the company brand name. നമ്മുടെ ബ്രാൻഡ് നെയിമിങ് തന്നെ അല്ലാതെ വേറൊരു ബ്രാൻഡ് നെയിമിങ് കൂടെ വിൽക്കാനുള്ള പെർമിഷൻ കൊടുക്കുക. ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും, സെയിം ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ബി സോൾഡ് ഇൻ സം അതർ നെയിം, വേറൊരു പേര് കൊടുക്കുന്നു. സോ ദാറ്റ് ദ കസ്റ്റമേഴ്സ് വിൽ ബൈ ദ പ്രൊഡക്റ്റ്. കസ്റ്റമേഴ്സ് എങ്ങനെയാണെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങും. സെയിം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി ബൈ ദ പ്രൊഡക്റ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സെൽഡ് അണ്ടർ ദ സെയിം ബ്രാൻഡ് നെയിം, ഇറ്റ് വിൽ ബി ഇൻ അനദർ നെയിം. ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസിങ് ദ പ്രൈവറ്റ് ലേബൽ പ്രൊഡക്ട്സ്. ഫോർ എക്സാമ്പിൾ, ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൊക്കെ ഇപ്പോൾ ഡി മാർട്ട് അതുപോലെ ഹൈപ്പർ മാർക്കറ്റ്സിലെല്ലാം നമ്മൾ ചില പ്രൊഡക്റ്റുകളെല്ലാം കാണാറുണ്ട്. അവരുടെ പേരായിരിക്കും, ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഷോപ്സിൻ്റെ പേരിലായിരിക്കും ആ പ്രൊഡക്റ്റ് പോകുന്നത്. സോ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് പ്രൈവറ്റ് ലേബൽ പ്രൊഡക്ട്സ്. നെക്സ്റ്റ് വൺ ഇസ് ബണ്ട്ലിംഗ് അഡീഷണൽ പ്രൊഡക്ട്സ് ടു സർവീസ് ഫ്രം തേർഡ് പാർട്ടീസ്. നമ്മുടെ ഇതിൻ്റെ കൂടെ വേറൊരു പാർട്ടിയുടെയും കൂടെ പ്രൊഡക്റ്റ് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് ചില പ്രൊഡക്റ്റിൻ്റെ കൂടെ ഈ പ്രൊഡക്റ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ ബൈയിങ് ദിസ് പ്രൊഡക്റ്റ് ദിസ് വിൽ ബി ഗോഡ് ആസ് ഫ്രീ. പേന കിട്ടുന്നു, ലെക്സിയുടെ പെൻ കിട്ടുന്നു ഇനി പ്രൊഡക്റ്റിൻ്റെ കൂടെ, അതേപോലെ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ഫ്രീ എന്ന രീതിയിൽ നമ്മൾ പല പ്രൊഡക്ട്സിനെയും കാണാറുണ്ട്. ഫ്രീ പ്രൊഡക്റ്റ്, ബൈ വൺ ആൻഡ് ഗെറ്റ് ദിസ് ഫ്രീ എന്ന രീതി. ദാറ്റ് ഈസ് ബണ്ട്ലിംഗ് ദ അഡീഷണൽ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫ്രം എ തേർഡ് പാർട്ടി. അതൊരിക്കലും നമ്മുടെ ബ്രാൻഡ് ആയിരിക്കില്ല, ഇറ്റ് വിൽ ബി ഫ്രം അനദർ ബ്രാൻഡ്, ബട്ട് വി വിൽ ബി സെല്ലിംഗ് their product as free with our product. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ റേറ്റ് കുറച്ച് വിൽക്കും എന്ന രീതി വരാം. ദിസ് ഇസ് ഓൾസോ വൺ കൈൻഡ് ഓഫ് or approach of brand extension. Another one is responding to comparative product actions. That is, in a competitive marketplace, a strategy of matching or responding to the actions of the competitor is somewhat necessary. നമ്മുടെ കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റുകൾ എങ്ങനെയാണോ വിറ്റ് പോകുന്നത് അതിന് ഒരു ഡിഫെൻസീവ് അപ്രോച്ച് ആയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. That is another way of brand extension. So these are the major approaches that we can adopt in a brand extension. What are they? Enhance the existing product with additional features and benefit, introduce higher or lower price versions of the product, extend the product line, segment the market into product variants, introduce the niche products, introduce private label products, bundling additional products or service from third party, responding to competitive product actions. So today we have discussed the fifth module, of which we have seen what is meant by brand extension, what is the major definition given on brand extension, then the two terms sub-brand and also parent brand. Then we have seen the three strategies of brand extension. Then we have seen the 5 types of brand extension. We have defined each and also given examples of those. Then the success stories. Brand extension കൊണ്ട് സക്സസ് ആയ ആരൊക്കെ, അതേപോലെ ഫെയിലിയർ സ്റ്റോറീസ് ഓൾസോ we were discussing. Then we have seen what are the advantages of brand extension, and at last we saw the brand extension approaches. So with this we can end today's lecture. We can meet in the next lecture. Okay, thank you.